Hi friends, welcome back to Infinite Lab. അപ്പോൾ ഇൻഫിനിറ്റ് ലാബിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നേരത്തെ 2 വീഡിയോ ചെയ്തിരുന്നു. ഇത് മൂന്നാമത്തെ വീഡിയോ. ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ഐഡിയ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും രണ്ടാമത്തെ വീഡിയോയിൽ എങ്ങനെയാണ് ആദ്യത്തെ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ 2 എണ്ണത്തിൽ ചെയ്തത്. അതിൽ രണ്ടാമത്തെ വീഡിയോയിലാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു LED ബ്ലിങ്ക് ചെയ്യാനുള്ള കോഡ് എഴുതിയത്. അത് 2 LED ബ്ലിങ്ക് ചെയ്യുന്ന കോഡായിരുന്നു എഴുതിയത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 4 LED എങ്ങനെ ബ്ലിങ്ക് ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ പ്രീവിയസ് വീഡിയോ കാണുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബും ചെയ്യുക, പ്രീവിയസ് വീഡിയോ കാണുക. കാരണം ആ രണ്ടാമത്തെ വീഡിയോയുടെ കണ്ടിന്യൂവേഷനാണ് മൂന്നാമത്തെ വീഡിയോ. അങ്ങനെ ആയിരിക്കും ഇനി അങ്ങോട്ട്. അപ്പം നിങ്ങൾ പ്രീവിയസ് വീഡിയോ കാണുക. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആദ്യം അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് കോഡിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓർഡിനോ ഓപ്പൺ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത കോഡ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. ഫയൽ ഓപ്പൺ, എവിടെയാണോ സേവ് ചെയ്തത് അവിടെ പോകണം. ഇപ്പം ഞാൻ ചെയ്തിരുന്നത് ഡോക്യുമെൻറ്റ്സിലായിരുന്നു. ഡോക്യുമെൻറ്റ്സിൽ ഓർഡിനോ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും കേട്ടോ. ഡോക്യുമെൻറ്റ്സിൽ ഓർഡിനോ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിനകത്ത് LED ഓൺ. അപ്പോൾ LED ഓൺ, ഇതാ LED ഓൺ. ഈ ഫയലാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇതാണ് ആ ഫയല്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനകത്ത് പ്രോഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 8ലും 9ലും ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം LED കണക്ട് ചെയ്തത്. 8ാമത്തെ LED തെളിയാനുള്ള കോഡും 9ാമത്തെ LED തെളിയാനുള്ള കോഡും നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 10ഉം 11ഉം. ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് 10ഉം 11ഉമാണ്. ഓക്കെ, അപ്പം എനിക്ക് 2 എണ്ണം വേണം. അപ്പം ഞാൻ ഈ പിൻ മോഡ് പിന്നെയും കോപ്പി ചെയ്തു. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പം ഒരു LED കണക്ട് ചെയ്യുന്ന ഒരു പിന്ന്, ആ പിൻ എപ്പോഴും ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മളിവിടെ ഔട്ട്പുട്ടായിരുന്നു നമ്മുടെ LED. സെൻസർ ആണെങ്കിൽ ഇൻപുട്ടാണെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിന്ന് LED 10ാമത്തെ പിന്നിലാണ് എടുത്ത് കണക്ട് ചെയ്യുന്നത്. സോ ഞാൻ 10ാമത്തെ പിന്നിനെ ഔട്ട്പുട്ട് ചെയ്തു. അതിനുശേഷം 11ാമത്തെ പിന്ന്, 9ന് പകരം 11ാമത്തെ പിന്ന്. ഇപ്പോൾ 8ാമത്തെ പിന്ന് 9, 10, 11. ഈ 4 പിന്നും എന്താണ്, ഔട്ട്പുട്ട് സെക്ഷനിലാണ്. അതായത് 5 വോൾട്ട് നമുക്ക് ഓർഡിനോ റൺ ചെയ്യുമ്പോൾ കിട്ടും. നേരെ നമ്മൾ ഇനി അടുത്ത ലൂപ്പിലേക്ക് വന്നു. ലൂപ്പിനകത്താണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അതായത് 9ാമത്തെ വീഡിയോ, 9ാമത്തെ എടുത്തു, 9ാമത്തെ കോപ്പി ചെയ്തെടുത്ത് 9, 10 ആയി 11. ഓക്കെ, അപ്പോൾ 8 ഇവിടെ ഉണ്ട്. ഇത് 8ാമത്തെ LED തെളിയാനുള്ളതും ഇത് 9ാമത്തെ LED തെളിയാനുള്ളതും ഇത് 10ാമത്തെ LED. പക്ഷേ ഇവിടെ 9 എന്നല്ല കിടക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 9 മാറ്റി ഇവിടെ 10ാമത്തെ കൊടുക്കും. 10ാമത്തെ LED ഇവിടെ 10, പിന്നെ 11ാമത്തെ പിന്ന്. ഓക്കെ, 11 പിന്നെ 11. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കോഡ് ചെയ്യാൻ. ഇനി നമ്മൾ കോഡ് അപ്ലോഡ് ചെയ്യണം. ഓർഡിനോ കണക്ട് ചെയ്യണം. ഓർഡിനോ കണക്ട് ചെയ്യാൻ വേണ്ടി ഓർഡിനോ ആദ്യം ഈ കേബിളിൽ കണക്ട് ചെയ്യണം. അതിനുശേഷം USB ജാക്ക് എടുത്ത് കമ്പ്യൂട്ടറിൻ്റെ USBയിൽ കണക്ട് ചെയ്യുക. സിസ്റ്റം ഏതാണോ അതിൽ കണക്ട് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ടൂൾസിൽ പോയിട്ട് നമ്മൾ പോർട്ട് സെലക്റ്റബിൾ ആണോ എന്ന് നോക്കണം. ഇവിടെ COM47 ആണ് കിടക്കുന്നത്. 47 കറക്റ്റാണ്. അപ്പോൾ ഞാനത് ശരിയായി. ഇനി അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് കമ്പൈൽ ചെയ്യണം. അപ്പോൾ ഞാൻ കമ്പൈലിങ് കൊടുത്തു. കോഡിനകത്ത് എറർ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എറർ ഷോ ചെയ്യും. ഡൺ കമ്പൈലിങ് കണ്ടോ, എറർ ഒന്നുമില്ല. ഡൺ കമ്പൈലിങ് ഒന്നും. ഇനി അപ്ലോഡ് ചെയ്യാം. ഡൺ അപ്ലോഡിങ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോഡിന് എററൊന്നുമില്ല. നമ്മൾ ആദ്യം കമ്പൈൽ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, പ്രശ്നമൊന്നുമില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തു. ഇനി നമ്മൾ സർക്യൂട്ട് കണക്ട് ചെയ്യണം. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ 2 LED ചെയ്ത പോലെ തന്നെ 4 LED കണക്ട് ചെയ്യണം. അപ്പം നമുക്ക് ഇനി അതിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഡ് ചെയ്തു. ഇനി നമ്മൾ കണക്ഷൻ ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ 8ാമത്തെ പിന്നായിരുന്നു ഉണ്ടായിരുന്നത്. 8ാമത്തെ പിന്നിൽ നിന്ന് ഒരു ജമ്പർ വയർ കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ 1K റെസിസ്റ്റർ എടുത്തിട്ട് 1K റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതിനുശേഷം LEDയുടെ പോസിറ്റീവ് ലെഗ് റെസിസ്റ്ററിൻ്റെ ലെഗിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഗ്രൗണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഗ്രൗണ്ട് എടുത്ത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഇതാ ഇവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മൾ 2ാമത്തെ LED കണക്ട് ചെയ്യണം. അപ്പോൾ 2ാമത്തെ LED കണക്ട് ചെയ്യാൻ നമ്മൾ അടുത്തൊരു സ്ട്രിപ്പിംഗ് വയർ എടുത്തു. അതിനുശേഷം 8, ഇനി അടുത്തത് 9ാമത്തെ. അപ്പോൾ 9ാമത്തെ പിന്നിൽ കണക്ട് ചെയ്തു. അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. അതിനുശേഷം പിന്നെയും റെസിസ്റ്റർ എടുത്തു. ആ റെസിസ്റ്റർ അതിലൂടെ കണക്ട് ചെയ്തു.
അടുത്ത LED പോസിറ്റീവിലേക്ക് റെസിസ്റ്റർ വഴി കണക്ട് ചെയ്തു. അതിനുശേഷം അത് ഗ്രൗണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്കിനി ഗ്രൗണ്ട് പിന്നെ ഓർഡിനോയ്ക്കകത്ത് 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 എണ്ണം കണക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗ്രൗണ്ട് ഷോർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ പിന്നെയാണ് ഗ്രൗണ്ട് പിൻ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് കണക്ഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടുന്ന് കണക്ഷൻ എടുത്ത് ഗ്രൗണ്ടിൽ കണക്ട് ചെയ്തു. ഓക്കെ. അപ്പോൾ ദേ എട്ടാമത്തെ LED തെളിഞ്ഞു, 9ാമത്തെ LED തെളിഞ്ഞു. ഇനി 10ാമത്തെ LED തെളിയണം. അപ്പോൾ ഞാൻ അടുത്ത വയർ എടുത്തു. അതിനുശേഷം 10ാമത്തെ പിന്നിൽ കണക്ട് ചെയ്തു. അത് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് അടുത്ത റെസിസ്റ്റർ എടുത്തു. അടുത്ത റെസിസ്റ്റർ വഴി അടുത്ത LED പോസിറ്റീവിലേക്ക് റെസിസ്റ്ററിൻ്റെ ലെഗിൽ കണക്ട് ചെയ്തു. എന്നിട്ട് അത് ഗ്രൗണ്ട് ചെയ്യണം. അപ്പോൾ അടുത്ത ഗ്രൗണ്ട് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ ഈ പിന്നിൻ്റെ ഈ ലെഗ് ഈ വൈറ്റ് ആണ് ഗ്രൗണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലാണല്ലോ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ നേരെ ബാക്ക് സൈഡിൽ കണക്ട് ചെയ്തിട്ട് ഇത് എടുത്ത് വെച്ചു. ഇപ്പോൾ 3 LED 8ാമത്തെ പിന്നെ 9ാമത്തെ പിന്നെ 10ാമത്തെ പിന്നെ. ഇനി നമുക്കുള്ളത് ഏതാ 11ാമത്തെ പിന്നെ അല്ലേ. അപ്പോൾ 11ാമത്തെ പിന്നിന് വേണ്ടി ഞാൻ അടുത്തതെടുത്തു. എന്നിട്ട് 8, 9, 10 11ാമത്തെ പിന്നിന് ഞാൻ ഇവിടെ കണക്ട് ചെയ്തു. അതിനുശേഷം റെസിസ്റ്റർ എടുത്തു, കണക്ട് ചെയ്തു. അതിനുശേഷം LED കണക്ട് ചെയ്യണം. LED പോസിറ്റീവ് ലെഗ് റെസിസ്റ്ററിൽ നിന്നും ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തു. അതിനുശേഷം LED നെഗറ്റീവിലേക്ക് ഗ്രൗണ്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നെഗറ്റീവിലേക്ക് നിന്ന് എടുത്ത് ഗ്രൗണ്ട് ചെയ്തു. 3 LED 4 LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി കണ്ടോ. നമുക്കിത് കുറച്ച് അടുപ്പിച്ച് വെക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഓക്കെ കണ്ടോ. 8, 9, 10, 11 4 LED എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു. ഇനി 5ാമത്തെ നിങ്ങൾക്ക് ഒരു LED വെക്കണമെങ്കിൽ 12ാമത്തെ പിന്നിലോ 7ാമത്തെ പിന്നിലോ ഈ ഡിജിറ്റൽ പിന്നിൽ ബാക്കി ഏതൊക്കെ പിന്നിൽ മിച്ചമുണ്ടോ അതിലേതെങ്കിലും ഒരു പിന്നിൽ കണക്ട് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ കോഡും എഴുതുക. നമ്മുടെ കോഡിനകത്ത് 4 LED കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കോഡ് നമ്മൾ എഴുതി. നമ്മൾ സെക്കൻഡ് കൊടുത്തിരുന്നത് 100. അപ്പം ഇത്ര ഫാസ്റ്റിൽ ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഡിലേ കൂട്ടണമെങ്കിൽ ഇവിടെ 2000 കൊടുത്താൽ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ 2000 കൊടുത്തു. എല്ലായിടത്തും 2000. ഓക്കെ. 2000 ഓക്കെ. ഞാൻ ആദ്യത്തെ 2 LED 2000 കൊടുത്തു. അവസാനത്തെ 2 LED അതായത് 8, 9 2 സെക്കൻഡ് ഡിലേയും 10, 11 വേറെ 2 സെക്കൻഡ് ഇല്ല, ഒരു 1/4 സെക്കൻഡ് ഡിലേ, 1/4 താഴെ ഉള്ളൂ. ഓക്കെ. ഞാൻ അപ്ലോഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഡൺ അപ്ലോഡിങ്. അതുകൊണ്ട് 8ാമത്തെ പിന്ന് 2 മിനിറ്റ് 2 സെക്കൻഡ് തെളിഞ്ഞു നിന്നു, ഓഫായി. 9ാമത്തെ പിന്ന് 2 സെക്കൻഡ് തെളിഞ്ഞു നിന്ന് ഓഫായി. 10ാമത്തെയും 11ാമത്തെയും വളരെ ഫാസ്റ്റാണ് കണ്ടോ. ഡിലേയുടെ വ്യത്യാസം കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കണ്ടു ഇപ്പോൾ 4 LED എങ്ങനെയാണ് തെളിയുന്നത് എന്നുള്ളത് കണ്ടു. ആദ്യത്തെ 2 LED നല്ല സ്ലോയും ബാക്കി 2 LED നല്ല ഫാസ്റ്റിലുമാണ് തെളിയിച്ചേക്കുന്നത്. ഒരേ ടൈം ഡിലേ കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഡിലേയുടെ ഫംഗ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് LED 10 ടൈംസ് 5 ടൈംസ് എങ്ങനെ തെളിയിക്കുക എന്നുള്ളതും കൂടെ നോക്കാം. അത് നോക്കുമ്പോൾ അതിന് മുമ്പ് നിങ്ങളൊരു കാര്യം നോക്കുക. ഇത് കണ്ടോ, നമ്മളിവിടെ ഓരോ തവണ ഓരോ കോഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് അല്ലേ. 8, 9. ഓക്കെ. അപ്പോൾ നമ്മൾ 8 5 പ്രാവശ്യം തെളിയിക്കണമെങ്കിൽ നമ്മൾ 8 ഇവിടുന്ന് സ്വാഭാവികമായി കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യും, 5 പ്രാവശ്യം 1, 2, 3, 4. ഓക്കെ. അപ്പോൾ 8, 1 ഓരോ പ്രാവശ്യം തെളിഞ്ഞു, പിന്നെയും തെളിഞ്ഞു 2, 3, 4, 5 അല്ലേ. ഞാനിതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യത്തെ 8ാമത്തെ LED 5 പ്രാവശ്യം തെളിയുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ. അപ്ലോഡിങ് ഡൺ അപ്ലോഡിങ്. ഓക്കെ. 1 2ാമത്തെ പ്രാവശ്യം തെളിഞ്ഞു, 8ാമത്തെ LED 2, 3ാമത്തെ പ്രാവശ്യം തെളിഞ്ഞു 4, 5.
ഓക്കെ, ഇനി ഏത് LED തെളിയും? 5 കഴിഞ്ഞ് 9ാമത്തെ തെളിഞ്ഞു. കാരണം എന്താ? നമ്മൾ ആദ്യം 5 പ്രാവശ്യം 8ാമത്തെ LED തെളിയാനുള്ള കോഡ് എഴുതി വെച്ചിരുന്നു. 9ാമത്തെ LED ഉണ്ടോ, ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ബുദ്ധിമുട്ടാണല്ലേ? ഒരു 100 പ്രാവശ്യം തെളിക്കണമെങ്കിൽ ഇതേപോലെ തന്നെ 100 പ്രാവശ്യം ഇത് എഴുതേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിൻ്റെ പേരാണ് ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് കോഡിൽ നോക്കാം. നമ്മൾ 4 LED എങ്ങനെയാണ് തെളിക്കുന്നതെന്ന് നോക്കി. ഇപ്പോൾ 2 LED, ബാക്കി 2ൻ്റെ ഞാൻ കണക്ഷൻ ഊരി കോഡ് ഞാൻ തിരുത്തി. ഞാനിപ്പോൾ 2 എണ്ണത്തിൻ്റെ മാത്രമായിട്ട് വെച്ചു. അപ്പം 4 പ്രാവശ്യം 5 പ്രാവശ്യം തെളിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പോൾ ഇത് 8ാമത്തെ LED 3 പ്രാവശ്യം കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ 4 പ്രാവശ്യം തെളിയും. കാരണം 1 ഉണ്ട്, പിന്നെ 3 കോപ്പിയും കൂടെ വരുമ്പോൾ +1 ആയി. അപ്പോൾ 4 പ്രാവശ്യം. 5 പ്രാവശ്യം തെളിയാണെങ്കിൽ 5 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. 6 പ്രാവശ്യം തെളിയാൻ 6 പ്രാവശ്യം. 100 പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ 100 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ 100 പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്യാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കുന്നത്. അതിൻ്റെ പേരാണ് ഫോർ ലൂപ്പ്. അപ്പോൾ നമ്മൾ ഫോർ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫോർ ലൂപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫോർ ലൂപ്പിനൊരു സ്ട്രക്ചറുണ്ട്. ഓക്കെ, അതിനെ ഫോർ ഇൻറ്റ് I equal to 0, I less than equal to 10, I plus plus, right? അപ്പോൾ ഇതാ ഫോർ ലൂപ്പിനുണ്ട് കേളി ബ്രാക്കറ്റ് കണ്ടോ. ഫോർ ലൂപ്പ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ ലൂപ്പ് ഇവിടെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് എങ്ങനെയാണെന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ I എന്ന് പറയുന്നതിന് ഒരു ബക്കറ്റായിട്ട് കണക്കാക്കുക. ആ ബക്കറ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ ആയിരുന്നു. അതിൽ ഇപ്പോൾ 0 ആണ് നിലവിൽ. പിന്നെ ഓരോ ലിറ്റേഴ്സ് വെച്ച് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 10 പ്രാവശ്യം നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ 10 ലിറ്റർ റീച്ച് ചെയ്യും. സെയിം ആണ് ഇത് 10 പ്രാവശ്യം ആയി കഴിയുമ്പോൾ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ബക്കറ്റ് ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. ബക്കറ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ ആയിരുന്നു. അതിൽ ഇപ്പോൾ 0 ആണ് നിലവിൽ. പിന്നെ ഓരോ ലിറ്റേഴ്സ് വെച്ച് നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ 10 പ്രാവശ്യം നമ്മൾ ഒഴിച്ച് കഴിയുമ്പോൾ 10 ലിറ്റർ റീച്ച് ചെയ്യും. സെയിം ആണ് ഇത് 10 പ്രാവശ്യം ആയി കഴിയുമ്പോഴത്തേക്കും ഇത് റീച്ച് ചെയ്യും. അപ്പോൾ നമുക്കിത് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഞാൻ അപ്ലോഡിങ്ങിന് കൊടുത്തു. കമ്പൈലിംഗ് സ്കെച്ച് അപ്ലോഡിങ് ഡൺ അപ്ലോഡിങ്. ഓക്കെ, ഇപ്പോൾ നോക്ക് 8ാമത്തെ LED 10 പ്രാവശ്യം തെളിഞ്ഞിട്ട് 9ാമത്തെ LED 1 പ്രാവശ്യം തെളിയുന്നു കണ്ടോ. ഇത് 10 പ്രാവശ്യം തെളിഞ്ഞു, ഇത് 1 പ്രാവശ്യം തെളിഞ്ഞു. 10 1. ഓക്കെ, അപ്പം ഫോർ ലൂപ്പിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഫോർ ലൂപ്പ് ഇത്ര നിങ്ങൾ മനസ്സിലാക്കാനുള്ളൂ. 4 ഇൻറ്റ് I equal to 0, I എന്ന് പറയുന്ന ഒരു ബക്കറ്റായിട്ട് കണക്കാക്കുക. ആ ബക്കറ്റിനകത്തൊന്നുമില്ല, 0. ആ ബക്കറ്റിൻ്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 ലിറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മൾ 10 ലിറ്റർ വരെ വെള്ളം ഒഴിക്കണം എന്നുള്ള കണ്ടീഷനിലെത്തി. അതിനുശേഷം ഓരോ പ്രാവശ്യം ഓരോ ലിറ്റർ വീതം വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഓരോ ലിറ്റർ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 10 ആയി കഴിയുമ്പോഴത്തേക്കും റീച്ച് ചെയ്തു. ബക്കറ്റ് ഓവർഫ്ലോ ആയി, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മളത് ഓഫ് ചെയ്തു. ആക്സിറ്റ്. ഇത്രേ ഉള്ളൂ നമ്മുടെ കോഡ്. പിന്നെ ഇത് കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വോയിഡ് ലൂപ്പിലാണ് ഇട്ടത്. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു വോയിഡ് ലൂപ്പ് കണ്ടിന്യൂസ് എക്സിക്യൂഷനാണ്, സ്റ്റോപ്പ് ചെയ്യില്ല. അത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇത് ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫോർ ലൂപ്പ്, അതായത് 10 ടൈംസ് 5 ടൈംസ് ഇപ്പം ചെയ്തു. ഓക്കെ, വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു കേട്ടോ. ഇവിടെ ഇപ്പോൾ 10 എന്നാണ് കൊടുത്തത്. ഇവിടെ ഞാനിപ്പോൾ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര പ്രാവശ്യം തെളിയും കേട്ടോ. നമുക്ക് കപ്പാസിറ്റി മാറ്റാം. ഇവിടെ ഞാൻ 20 കൊടുത്തു എന്ന് വെച്ചോ. അപ്പോൾ 20 വരെ, അതായത് ബക്കറ്റിലെ ലിറ്റർ അളവ് നമുക്ക് കൂട്ടാൻ കുറയ്ക്കാം. 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3. ഇപ്പോൾ ഞാൻ 20 പ്രാവശ്യം വന്നപ്പോൾ ഇത് 20 പ്രാവശ്യം പിന്നിട്ട് അപ്പുറത്തോട്ട് പോകും കേട്ടോ. പിന്നെ 20 ടൈംസ്. അപ്പോൾ ഒരു LED ഞാൻ കാണിച്ചു, 2ാമത്തെ LED നിങ്ങൾ തന്നെ ചെയ്യുക. ഞാൻ അതും കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം മനസ്സിലാകുന്നില്ല. നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കുക. ഇപ്പോൾ 1ാമത്തെ LED ഞാൻ ചെയ്തു കഴിഞ്ഞു, 20 പ്രാവശ്യമൊക്കെ ബ്ലിങ്ക് ചെയ്തു. ഇനി 9ാമത്തെ LED നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും നമുക്ക് ഡിജിറ്റൽ റൈറ്റ് നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പും പഠിച്ചു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്? സീരിയൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാം. അതായത് സീരിയൽ മോണിറ്റർ വഴി എങ്ങനെയാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഓർഡിനോയെ എങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള സീരിയൽ മോണിറ്ററിങ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോഴത്തേക്ക് അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങളിത് ചെയ്ത് പഠിക്കുക. ഇനി നമ്മളൊരു 4-5, അതായത് ഡിജിറ്റൽ റൈറ്റ്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ, ഡിജിറ്റൽ റീഡ്, അനലോഗ് റൈറ്റ്, അനലോഗ് കമ്മ്യൂണിക്കേഷൻ, അനലോഗ് റൈറ്റ്, അനലോഗ് റീഡിങ്, ഇങ്ങനെ 5 വീഡിയോ കൂടെ, ഇനി +5 വീഡിയോസ്. ആ 5 വീഡിയോ കൂടെ വന്നതിന് ശേഷം നമ്മൾ പ്രൊജക്ട്സ് ചെയ്തു തുടങ്ങും. ഓരോ സെൻസേഴ്സ് ഇൻ്റർഫേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചെയ്തു തുടങ്ങുന്നുണ്ടോ.
PIR സെൻസറാണിത്. അപ്പം ഹ്യൂമൻ ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ PIR ഒക്കെ യൂസ് ചെയ്യുക. അപ്പം നമുക്കിനി ഈ അടുത്ത 5 വീഡിയോയും കൂടെ വന്നതിന് ശേഷം നമുക്ക് പ്രൊജക്ട്സ് ബിൽഡ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, അപ്പോൾ എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ബൈ. ഇനി നെക്സ്റ്റ് വീക്കിൽ കാണാം. ബൈ.